എല്ലാവർക്കും നമസ്കാരം. HST പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പരീക്ഷ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഉണ്ടാകും. എൻട്രിയിൽ ക്ലാസ് ആരംഭിച്ച് ഏകദേശം 3 മാസമൊക്കെ കഴിയുന്നു. വിവിധ ബാച്ചുകൾ, അതായത് നോർമൽ ബാച്ച് ഉണ്ട്, പേഴ്സണൽ മെന്റർഷിപ്പ് ബാച്ചുകളുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ വിജയമായിട്ടാണ് ഈ കോഴ്സ്, വിവിധ വിഷയങ്ങളുടെ HST കോഴ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ 20 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പാർട്ട് എ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പാർട്ട് 1 പലപ്പോഴും അവരുടെ വിഷയങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം. പലപ്പോഴും ഇവർ ഇമ്പോർട്ടൻസ് ഇല്ലാതെയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് ഈ പാർട്ട് 1നെ സമീപിക്കുന്നത്. അവിടെ വരുന്നത് റിനേസൻസ് ആണ്. നമുക്കൊരു സൂപ്പർ അധ്യാപകനുണ്ട്, രഞ്ജിത്ത് സാർ. അദ്ദേഹത്തിൻ്റെ കൈകളിൽ അത് ഭദ്രമാണ്. പിന്നീട് വരുന്നത് മെത്തഡോളജി, ടീച്ചിങ് മെത്തഡോളജി, പ്രഗത്ഭരായ അധ്യാപകരുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വിഷയമുണ്ടാക്കുന്ന ഒരു ഭാഗം കറണ്ട് അഫയേഴ്സ് ആണ്. നോട്ടിഫിക്കേഷൻ വരാതെ ഇത് പഠിച്ചു തുടങ്ങാനും പറ്റത്തില്ല. കാരണം നമുക്ക് ഒരുപാട് നാളത്തെ കറണ്ട് അഫയേഴ്സ് ആവശ്യമില്ല. കറണ്ട് അഫയേഴ്സിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന സമയത്താണ് നമുക്ക് വളരെ പ്രഗത്ഭനായിട്ടുള്ള യങ്ങായിട്ടുള്ള ഒരു അധ്യാപകനെ നമുക്ക് കിട്ടുന്നത്. അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇതിനോടകം തന്നെ വിവിധ വീഡിയോകളിലൂടെ അദ്ദേഹത്തെ നിങ്ങൾ കണ്ടു കാണും. എങ്കിലും HSA കോഴ്സുകൾക്കായി ആദ്യമായിട്ടാണ് യൂട്യൂബിൽ അദ്ദേഹം വരുന്നത്, അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ കറണ്ട് അഫയേഴ്സ് വിഷയം നല്ല രീതിയിൽ പരിഹരിച്ച ശ്യാം ശങ്കർ എന്ന അധ്യാപകനാണ് എന്നോടൊപ്പം ഉള്ളത്. കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഇപ്പൊ തന്നെ, അല്ലെങ്കിൽ ഈ ഡിസ്കഷനിലൂടെ പരിഹരിക്കപ്പെടും. വളരെ കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു ഡിസ്കഷൻ ആയിരിക്കും ഇത്. റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്യാമേ, എല്ലാവരുടെയും ഒരു പ്രശ്നം കറണ്ട് അഫയേഴ്സ്, എത്ര കാലത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, ഡിസംബർ അവസാനമാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ എത്ര കാലത്തിനകത്തുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം. സാർ, പ്രത്യേകം ഈ പറയുന്നതിൽ ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം വരുന്നൊരു സംശയം ഉണ്ടായിരുന്നത് HSA നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ള ആദ്യം സംശയമായിരുന്നു. അപ്പോൾ HSA നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പിന്നെ വരുമോ എന്നുള്ള സംശയം കഴിഞ്ഞതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഏകദേശം വരുന്നു എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്ന അടുത്ത സംശയം സിലബസ് മാറുമോ എന്നുള്ളൊരു വലിയ വിഷയം ഉണ്ടായിരുന്നു. അതും പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് എക്സാം ഏത് സമയത്ത് വരുന്നു എന്നുള്ളത് അടുത്തൊരു വിഷയമായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് എക്സാമിൻ്റെ ഒരു ഏകദേശം കലണ്ടർ വരുന്ന സമയത്ത് പറയുന്ന ഉദ്യോഗാർത്ഥികളെ ഏറ്റവും ആശയക്കുഴപ്പത്തിലാകുന്ന മറ്റൊരു വിഷയമാണ് കറണ്ട് അഫയേഴ്സ് ഏത് മാസം മുതൽ എവിടം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ ജനറൽ ഒരു ട്രെൻഡ് കണ്ടുവരിക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ഒരു HSA ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ HSST ഉദ്യോഗാർത്ഥി കാര്യമായിട്ട് പോകുന്നത് അവരുടെ സബ്ജക്ട് പേപ്പർ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയും ജനറൽ പേപ്പറിന് കൃത്യമായിട്ടുള്ള പ്രാധാന്യം നൽകാതെ വരുമ്പോഴും അവർ റാങ്കിൽ ഒരുപാട് പുറകോട്ട് പോകുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. മെയിൻലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 2024 നമ്മൾ ഇപ്പോൾ 25 ഓഗസ്റ്റ് ഒക്ടോബർ വരെയാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ 2025 ഏകദേശം ഒരു ജൂലൈയോടുകൂടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു 2025 ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്, ജൂൺ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകും. മാക്സിമം ഒരു 12 to 15 months ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതെ, അപ്പം ആ ഒരു വിഷയം ഇപ്പം പരിഹരിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നീടുള്ള എല്ലാവരുടെയും ഒരു സംശയം ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്നതാണ്. ഇപ്പം മെന്റർഷിപ്പ് ബാച്ചിൽ ലൈവിൽ വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഏതൊക്കെ മേഖലകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അത് പറയാൻ പറ്റുന്ന ഒരാൾ ശ്യാമാണ്. കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കാം. നമ്മൾ കറണ്ട് അഫയേഴ്സ് മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സിമ്പിളായിട്ട് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റുമായിട്ട് PSC പരീക്ഷ ആയതുകൊണ്ട് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സ്റ്റേറ്റിലൊരു കലോത്സവം നടന്നു, തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ആര് കപ്പ് നേടി, എങ്ങനെ എവിടെ വെച്ചാണ് മത്സരം നടന്നത്, ഏതൊക്കെ ഇനങ്ങളുണ്ട്, പുതിയതായിട്ട് ഏതെങ്കിലും ഇനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്കീംസോ പോളിസീസോ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുകയാണോ, തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതേപോലെ തന്നെയാണ് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ വരുന്നത്. ഇപ്പോൾ G20 ഉച്ചകോടി ഇന്ത്യയിൽ നടത്തി. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിലെല്ലാം G20 പോലെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. PSCയിലാണെങ്കിലും മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിനാണെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഷയമാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വിഷയങ്ങളും നമുക്ക്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് ഇന്റർനാഷണൽ അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കും. അതിനുശേഷം നാഷണൽ അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് നോക്കും. അതിനുശേഷം സ്റ്റേറ്റ് അഫയേഴ്സ് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കും.
ഓക്കെ, പിന്നീടുള്ള ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്കിന് വരെ ചോദിക്കുക? 20 മാർക്കാണ് പാർട്ട് 1 വരുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുമ്പോൾ എത്ര മാർക്കിന് വരെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വരാം? അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ചോദ്യം. കാരണം റിനൈസൻസും വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് രണ്ടും കൂടി ഒരു 10 മാർക്കിനോളം വരും. അപ്പോൾ 5 മുതൽ 6 മാർക്ക് വരെ ചുരുങ്ങിയത് കറണ്ട് അഫയേഴ്സ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അതിനനുസരിച്ചുള്ള കാരണം 1-2 മാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ വിഷയം നമ്മൾ സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നം വരില്ല. കാരണം 5 മാർക്കിന് മുകളിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാൻ ആ ഒരു ഏരിയ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും. കാരണം ഒരുപാട് മാർക്ക് വലിച്ചു വാരി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതില്ല, പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അത് പഠിച്ചിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ 5 മുതൽ 6 മാർക്ക് വരെയുള്ള ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം സാറ് പറയുന്നത് 5 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാമെന്നാണ്, കറണ്ട് അഫയേഴ്സ് ചോദിക്കാമെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ കോഴ്സിനെ പറ്റി പറയുമ്പം HSA കോഴ്സുകൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും ഞാൻ ആ പേരെടുത്ത് പറയുന്നില്ല, HSA ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, എല്ലാ വിഷയങ്ങൾക്കുമുള്ള കോഴ്സുകൾ നല്ല രീതിയിൽ പുരോഗമിച്ച് പോകുന്നുണ്ട്. അവിടെ ഇവരുടെ എല്ലാം ലൈവ് ക്ലാസ്സുകൾ, മെന്റർഷിപ്പ് ബാച്ചിനെ സംബന്ധിച്ച് അധ്യാപകരുടെ എല്ലാവരുടെയും ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഓരോ ടീമിൻ്റെയും ഭാഗമാണ് ശ്യാം ശങ്കർ, അതുപോലെ തന്നെ രഞ്ജിത്ത് സാർ, അതുപോലെ ടീച്ചിങ് മെത്തഡോളജി പഠിപ്പിക്കുന്ന അധ്യാപകർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിനെ കുറിച്ച് നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ടീമിനോടൊപ്പമാണ്, എന്നോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ടീമിനോടൊപ്പമാണ് ശ്യാം ശങ്കർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഓരോ ടീമിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യവും ശ്യാമിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കോഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഈ പറയുന്ന HSA നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞ് ക്ലാസ്സുകൾ ആദ്യം ആരംഭിച്ച ടീം എന്ന് പറയുന്നത് എൻട്രിയാണ്. അപ്പോൾ രഞ്ജിത്ത് സാറ് പറഞ്ഞ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ഒരു വീഡിയോ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഏർലി ബേർഡ് ഗെറ്റ്സ് ദ വേം എന്ന് പറഞ്ഞ് സാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ തുടക്കം തന്നെ പഠിക്കണം, എല്ലാവരും പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു മുഴം മുൻപേ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ ഉദ്യോഗാർത്ഥികൾക്ക് പലപ്പോഴും സംശയം ഉണ്ടായിരുന്നു. അപ്പോഴും എൻട്രി അവരുടെ കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരുന്നു. HSA നോട്ടിഫിക്കേഷൻ വരും, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എൻട്രിയുടെ കോഴ്സ് എന്ന് പറയുന്നത് വളരെ സജ്ജമാണ്. ഇപ്പോൾ HSA ഇംഗ്ലീഷിന്റെ ഭാഗമായിട്ട് രഞ്ജിത്ത് സാർ ലീഡ് ചെയ്യുന്നു, ആർഷ മിസ്, ശ്രീലക്ഷ്മി മിസ്, ആനന്ദ് സാർ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുണ്ട്. ഇപ്പോൾ നാച്ചുറൽ സയൻസിലേക്ക് വരുന്ന സമയത്ത് സുജേഷ് സാറാണ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന്റെ കയ്യിലേക്ക് വരുമ്പോൾ സീന മിസ് ഉണ്ട്, അനീഷ മിസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഫിസിക്കൽ സയൻസിലേക്ക് വരുന്ന സമയത്ത് വിനു സാറുണ്ട്. പിന്നെ അതുപോലെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ശ്രീനിധി സാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് ഈ പറയുന്ന കോഴ്സ് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ശരിക്കും പറഞ്ഞാൽ എൻട്രി ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും, എൻട്രി വിശ്വസിച്ചുകൊണ്ട് എൻട്രി പറയുന്ന കാര്യങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എന്തുമാത്രം ഫ്രീ ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. സത്യം പറഞ്ഞാൽ ടീച്ചിങ്ങിന്റെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹബ്ബ് മാത്രമല്ല സാർ, പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു BEd ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും 2024-25 എന്ന് പറയുന്ന ഒരു ബ്ലൂമിംഗ് ആയിട്ട് വർഷം LP UP വന്നു. പ്രതീക്ഷിക്കാതെ തന്നെ LP UP നടത്തി. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് ഇതാ ഇപ്പോൾ HSA നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് റെയിൽവേയിലേക്കും ലീഡ് ചെയ്യുന്നത് ശ്യാമാണ്. അതെ. അതുപോലെ അതും അവിടെയും ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന KV വരാൻ പോകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ നല്ല രീതിക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. നമ്മൾ അവിടെയും ഇവിടെയും ആയിട്ട് പോകില്ല. അപ്പോൾ HSAക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൃത്യമായിട്ട് ഒരു ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ ശ്യാം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, നാസിം സാറിനെ പോലുള്ള അധ്യാപകരുടെ ഗൈഡൻസ്, അതുപോലെ തന്നെ ഓരോ അധ്യാപകരും അവരുടെ ഗൈഡൻസിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് എക്സാം ആയിക്കോട്ടെ, ഏത് പരീക്ഷയായാലും അതിനെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു ടീം ഇപ്പോൾ എൻട്രിയിലുണ്ട്. എൻട്രിയുടെ ടീച്ചിങ് അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ, എൻട്രിയുടെ ടീച്ചിങ് മേഖല വളരെ രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിലായാലും അതുപോലെ ആപ്പിലായാലും അതുപോലെ തന്നെ നമ്മളിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അനുസരിച്ചായാലും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് അറിഞ്ഞാണ് ആൾക്കാർ വരുന്നത്. വെറും പരസ്യം കണ്ടിട്ടോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ ഒന്നുമല്ല, മറിച്ച് കോഴ്സിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ച് അറിഞ്ഞ ശേഷമാണ് ഓരോരുത്തരും വരുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ HSA ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ ആദ്യത്തെ ബാച്ചുകളിലൊക്കെ എനിക്ക് 20-ൽ താഴെ ഉദ്യോഗാർത്ഥികൾ മാത്രമായിരുന്നു. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ 128 പേരുള്ളൊരു ബാച്ച് എനിക്കുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പരസ്യമായിരുന്നെങ്കിൽ ആദ്യം നമ്മൾ തെറിവിളി കേട്ടതാണ്. അതായത് HSA നോട്ടിഫിക്കേഷൻ വരുന്നു എന്നും പറഞ്ഞ് വീഡിയോ ആയിട്ട് വന്നപ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തതെല്ലാം നെഗറ്റീവാണ്. ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നു. അപ്പോഴും നമ്മൾ പറഞ്ഞത് നോട്ടിഫിക്കേഷൻ വരും, പരീക്ഷ നടക്കും എന്ന് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടാണ് കോഴ്സ് തുടങ്ങിയത്. കോഴ്സ് തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇത് ശരിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ 128ഓളം പേരുള്ള ഒരു ബാച്ച് നമുക്കുണ്ടെന്ന് പറയാം. ഇത് എൻ്റെ മാത്രം കാര്യമല്ല, ഓരോ HSA ബാച്ചിൻ്റെയും കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ കോഴ്സിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ടാണ്. അത്ര നല്ല കോഴ്സാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളിപ്പോഴും
ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കാര്യം മാത്രമേ ഉറപ്പ് കൊടുക്കാറുള്ളൂ, ജോലി മേടിച്ചു തരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മറിച്ച് ഞങ്ങൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, ആദ്യത്തെ 10 റാങ്കിൽ എത്താൻ വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിയമനം നടക്കുന്നതും നടക്കാതിരിക്കുന്നതും സർക്കാരിൻ്റെ കാര്യമാണ്. പക്ഷേ ആദ്യത്തെ 10 റാങ്കിൽ എത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, അതിന് വേണ്ടതെല്ലാം ഈ കോഴ്സിലുണ്ട് എന്നൊരു ഉറപ്പാണ് ആദ്യം മുതൽ ഞങ്ങൾ കൊടുക്കുന്നത്. അതിന് ശ്യാമിനെ പോലുള്ളവരുടെയൊക്കെ സഹായം വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഡിസ്കഷൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ നമുക്ക് ആഗ്രഹമില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരൊറ്റ കാര്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന നിങ്ങളൊരു അധ്യാപകരാവാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല ഉദ്യോഗാർത്ഥികളും ഇപ്പോഴും പേപ്പർ വായിക്കാത്ത ആൾക്കാരുണ്ട്. അതെ, അത് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ആസ് എ സോഷ്യൽ ആനിമൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സ് അതിനുവേണ്ടി മാത്രമായിട്ട് പഠിക്കാതിരിക്കുക, നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ചന്ദ്രയാൻ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചു, ഗഗൻയാൻ വിക്ഷേപിക്കാൻ പോകുന്നു. അപ്പം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ നേട്ടങ്ങളാണ്. അപ്പോൾ ഇത് ചോദ്യത്തിൻ്റെ രൂപത്തിൽ പഠിച്ചു വെക്കാതെ കൃത്യമായിട്ട് ഇത് എന്താണ് സംഭവിക്കുന്നത്, നാളെ നമ്മളൊരു അധ്യാപകരാണ്, നാളെ ഇപ്പോൾ ഒരു 10 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയാൻ നിങ്ങൾ പ്രാപ്തരാക്കുക. അതുകൊണ്ട് തന്നെ ഓരോ വിഷയങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു പേപ്പർ ഒരു ദിവസം ഒരു അരമണിക്കൂർ പേപ്പർ വായിച്ച് കാര്യങ്ങളൊന്ന് കുറിച്ച് വെക്കുക. അത് ഇപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ വൈസ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ പുതിയ അപ്പോയിൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ. അത് മാത്രമല്ല ഇൻ്റർനാഷണൽ അഫയേഴ്സ് ആണെങ്കിൽ അങ്ങനെ, പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കലി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പേപ്പർ എന്തായാലും തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മിനിമം ഒരെണ്ണമെങ്കിലും കൃത്യമായിട്ട് പേപ്പർ വായിക്കുക. നമ്മൾ ഒരു അധ്യാപകരാണ്, നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട ആളുകളാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഇത് പഠിച്ച് പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിക്കാൻ മാത്രമായിട്ട് പേപ്പർ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. നമ്മൾ ആസ് എ സോഷ്യൽ ആനിമൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ, നമ്മളൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ സൊസൈറ്റിക്ക് ഒരു മാതൃകയാവാനുള്ള ആളുകളാണ്. അതുകൊണ്ട് അതിനുവേണ്ടി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും രഞ്ജിത്ത് സാർ പറഞ്ഞതുപോലെ ഈ കോഴ്സ് വളരെ സജ്ജമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും പറയുന്നില്ല. ഇതിൻ്റെ ഭാഗമാവുക. നാളത്തെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പ്രധാനപ്പെട്ട എല്ലാ സ്കൂളുകളിലും എൻട്രിയുടെ കുഞ്ഞു ടീച്ചേഴ്സ് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അല്ലേ സാറേ? ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ടീം വർക്കാണ്. അതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട മേഖല കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്യാം. കറണ്ട് അഫയേഴ്സ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. അവസാനം പറഞ്ഞ പോയിന്റ് വളരെ റെലവൻ്റ് ആണ്. നമ്മൾ ന്യൂസ് പേപ്പറുകൾ ഡെയിലി വായിക്കുക, അത് ഇംഗ്ലീഷും മലയാളം ന്യൂസ് പേപ്പർ രണ്ടും വായിക്കുക. പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഈ സിവിൽ സർവീസ് ഉൾപ്പെടെ നേടുന്ന ആൾക്കാർ പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ ഡെയിലി വായിച്ച് അതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാണ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് പറയും. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ അഡ്വാൻറ്റേജ് ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. സോ എൻട്രി ടീം സജ്ജമാണ്. ഏത് മേഖലയായാലും പാർട്ട് 1-നും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് രഞ്ജിത്ത് സാർ അതുപോലെ ശ്യാം സാറിൻ്റെ സാന്നിധ്യം എല്ലാ HSA കോഴ്സുകളിലും ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സ് സെലക്ട് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും. HSA എൻട്രിയുടെ കയ്യിൽ ഭദ്രമാണെന്ന് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിർത്തുന്നു. നന്ദി.